നിങ്ങളെ കാത്തിരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടിയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആ പോസിറ്റീവ് എനർജി മാത്രമേ കിട്ടുള്ളൂ. ചാനലിലെ അംഗങ്ങളാവുക. പലരും പങ്കാളി വിളിച്ചു, ആഗ്രഹം സാധിച്ചു എന്നൊക്കെ പറഞ്ഞ് താഴെ കമൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ. പോസിറ്റീവ് എനർജി ഹൈ ആയിട്ടാണ് ഇവിടെ വരുന്നത്. എന്നാൽ നെഗറ്റീവായ കാര്യങ്ങളും പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് നടക്കാൻ പോകുന്നത് ഇപ്പോൾ പറയുക എന്നുള്ളത് ഒരു പ്രവചനം തന്നെയാണ്. അതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. എൻ്റെ കഴിവല്ല, ഇവിടെ വരുന്ന എനർജിയാണ് എനിക്കത് കാണിച്ചു തരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു മന്ത്രദീക്ഷയ്ക്ക് എടുത്തിട്ടുള്ള ആളാണ്. അതുകൊണ്ടായിരിക്കണം. 7 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു സർപ്പദംശനം മാത്രമല്ല വളർത്തു മൃഗങ്ങളുടെ കടി കൂടി സൂക്ഷിക്കൂ എന്ന് പറഞ്ഞു. എന്തായാലും അന്ന് ഇയാൾക്ക് കടി ഏറ്റിട്ടുണ്ട്. ഇയാളത് ആരോടും പറയാതെ ഒളിച്ചു പിടിച്ച് നടന്നു. പ്രതിരോധ കുത്തിവയ്പ്പൊന്നും നടത്തിയില്ല. ഇന്നലെ അയാൾക്ക് പേവിഷബാധയേറ്റ് മരണം സംഭവിച്ചു. ഇനി പാമ്പ് കടിയേറ്റ മരണം ഇന്നലെ പറഞ്ഞിരുന്നു. പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന ഒരു കുട്ടി രക്ഷപ്പെട്ടു, മറ്റൊരാൾ മരിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കിത് നേരത്തെ കുട്ടി പറയാൻ പറ്റുമോ അയാൾ രക്ഷപ്പെടുമോ മരിക്കുമോ എന്നുള്ളത്? ഇവിടെ കാണിച്ചു തന്നത് ഞാൻ പറഞ്ഞു. 2 മണിക്കൂർ കഴിഞ്ഞാണ് ആ ന്യൂസ് ഞാൻ കാണുന്നത്. ഒരാൾ മരണപ്പെട്ടു. മറ്റൊന്ന് പ്രകൃതി ദുരന്തം, വെള്ളത്തിലെ അപകടം എന്നാണ്. കേരളത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മരങ്ങൾ കടപുഴകി വീഴുക, ഇടിമിന്നലേറ്റ് 9 പേര് ആശുപത്രിയിലായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ റീലിട്ട ശേഷമാണ്, ഉത്തർപ്രദേശിലാണെന്ന് തോന്നുന്നു, സ്ഥലം ഞാൻ ഓർക്കുന്നില്ല, എന്തായാലും വിനോദയാത്രയ്ക്ക് പോയിട്ടുള്ള 29 പേരടങ്ങുന്ന ഒരു ബോട്ട് കാലാവസ്ഥ മോശമായതുകൊണ്ട് നദിയിൽ മുങ്ങിത്താണു എന്ന വാർത്ത ഞാൻ 8 മണിക്കൊറ്റയാണ് കേൾക്കുന്നത്. ആദ്യം ഈ റീലിട്ട ശേഷമാണ് ഇത് കേൾക്കുന്നത്. സമയം ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, 7 മണി 8 മണിയൊക്കെയാണ്. എന്തായാലും അതും നിങ്ങളെ അറിയിക്കണം. രാവിലെ ഞാൻ പറഞ്ഞതാണ്, പ്രകൃതി ദുരന്തം, വെള്ളത്തിലെ അപകടം. ബോട്ട് മുങ്ങിത്താണു, 9 പേര് അവിടെ വെച്ച് തന്നെ മരിച്ചു. ബാക്കി കുറേ പേരെ കാണാനുണ്ട്. കുറച്ച് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് വാർത്തയിൽ കണ്ടത്. അത് ഞാനിവിടെ പറഞ്ഞത് യൂട്യൂബിലൂടെ എന്ന് പറഞ്ഞാൽ പലരും കാണും. രാവിലെ പറഞ്ഞ സംഭവം വൈകിട്ട് നടക്കുന്നു എന്നുള്ളത് രണ്ടും കൃത്യമായിട്ട് ഞാൻ റീലിടാൻ തുടങ്ങി. രാവിലെ ആ ഡേറ്റ് വെച്ചാണ് ഞാൻ റീഡിങ് നടത്തുന്നത്. അന്നത്തെ ഡേറ്റിൽ തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. അതും മണിക്കൂറുകൾക്ക് ശേഷം. അത് നിങ്ങൾ അറിയാൻ വേണ്ടി തന്നെയാണ്. പലരും അത് ശ്രദ്ധിച്ചിട്ടില്ല, ലൈക്ക് തന്നിട്ടില്ല, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ ഒരു തെളിവായിട്ടത് കിടന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ റീലുകൾ ഇടുന്നത്. ഞാനൊരു ആൾദൈവമാണ് എന്നൊന്നും സമർത്ഥിക്കാനല്ല ഇവിടെ നോക്കുന്നത്. എനിക്കിവിടെ ഒരു കാര്യത്തിൽ വിശ്വാസമുണ്ട്. ഇവിടെ വരുന്ന എനർജി പവർഫുള്ളാണ്, അല്ലെങ്കിൽ എൻ്റെ കാർഡുകൾ പവർഫുള്ളാണ്. ഈ 2 കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്. അതിൽ നിങ്ങളും വിശ്വസിക്കുക. നിങ്ങൾക്ക് നല്ലത് മാത്രമേ സംഭവിക്കൂ. ചാനലിൽ അംഗങ്ങളാവുക, സബ് ചെയ്യുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേരോ നക്ഷത്രമോ ഡേറ്റ് ഓഫ് ബർത്തോ പങ്കാളിയുടെ പേരോ നക്ഷത്രമോ ഡേറ്റ് ഓഫ് ബർത്തോ എന്തെങ്കിലും മാത്രം കമൻ്റ് ഇടുക. നെഗറ്റീവ് കമൻറ്റുകൾ ഒഴിവാക്കുക. നിങ്ങളോട് ഞാൻ ഒന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ, നിങ്ങൾ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? നിങ്ങളുടെ വയസ്സ് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങളുടെ ബന്ധം ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങളുടെ റിലീജിയൻ ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾ ആരെയാണ് കാത്തിരിക്കുന്നത്? അവർക്ക് വേണ്ടിയുള്ള റീഡിങ്ങാണ് ഞാനിവിടെ നടത്തുന്നത്. ലവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇടയ്ക്കാണ് 1-2 മെസ്സേജ് ഞാനിത് പറയുന്നത്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പരക്കെ ഈ ലവിനെ കുറിച്ച് കേൾക്കുന്നവർക്ക് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും, ആ അനുഗ്രഹം ഉണ്ടാവും, ആ മാറ്റം നിങ്ങൾക്കുണ്ടാവും. ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൊരു സന്ദേശം. എന്തെങ്കിലും കാര്യം അറിയാൻ വാട്സപ്പിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അവിടെ പേയ്മെൻ്റ് ഉണ്ട്. ഞാൻ തന്നെ പരിഹാര പൂജ ചെയ്തു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വേണമെന്നുള്ളവരും റീഡിംഗ് എടുത്ത ശേഷമാണ് അത് ചെയ്യുക, സമീപിക്കുക. ഇനി നമുക്ക് ഭഗവാന്റെ ഇന്നത്തെ മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് വേണ്ടി നെഗറ്റീവ് പോസിറ്റീവ് ഞാൻ രണ്ടും പറയുന്നുണ്ട്. നെഗറ്റീവിൽ നിങ്ങൾ കാത്തിരിക്കേണ്ട എന്നാണെങ്കിൽ അത് പറയും. പോസിറ്റീവിൽ നിങ്ങൾ കാത്തിരിക്കൂ, തെറ്റിദ്ധരിക്കുകയാണ് നിങ്ങൾ എന്നാണെങ്കിൽ അതും പറയും. രണ്ടും ഞാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ അനുഭവം പോലെയൊക്കെ എടുത്തുകൂടാ. ഏസ് ഓഫ് സോഡ്സാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് പെൻഡക്കിൾ, 10 വാണ്ട്. ഇവിടുത്തെ ഒരു കാർഡ് കിട്ടിയത് മാറ്റാൻ പോലും ഞാനിപ്പോൾ ശ്രമിക്കാറില്ല. ടവർ വന്നു, എനർജിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലിബ്രയാണ് വന്നത്, മേബിയാണ്. കിങ് കപ്പ്, നിങ്ങൾ അവർക്കൊരു ലഹരിയാണ് എന്ന് പറയുന്നത്. 2 സോഡ്സ്,
ടവർ വീണ്ടും വന്നു. 2 തവണയാണ് ടവർ വന്നിരിക്കുന്നത്. 9 പെൻഡക്കിൾ അത് പോസിറ്റീവ് കാർഡാണ്. 10 സോഡ്സ് അതത്ര നല്ല കാർഡല്ല. 2 സോഡ്സ് വീണ്ടും വന്നു. മകയിരം, ചിത്തിര, അവിട്ടം, അശ്വതി, മകം, മൂലം, തിരുവാതിര, ചോതി, ചതയം ഇതൊക്കെയാണ് നാളുകൾ. നമ്പറുകൾ 16 2 തവണ വന്നിട്ടുണ്ട്, 10 2 തവണ വന്നിട്ടുണ്ട്, 2 2 തവണ വന്നിട്ടുണ്ട്, 9 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ എല്ലാം റിപ്പീറ്റായി വന്നിട്ടുള്ള കാർഡുകളിലും ടി എന്ന അക്ഷരമാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ ടിയുമായി വല്ല ബന്ധമുണ്ടോ? നിങ്ങളുടെ വീട്ടുപേരോ നിങ്ങളുടെ പേരിലത്തെ സ്പെല്ലിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിലോ എന്തെങ്കിലും ഒരു ടി വന്നിട്ടുണ്ടോ? ഇനി സ്ഥലപ്പേരുമാവാം. ഇതൊരു ക്ലൂ ആണ്. ഇവിടെ കിട്ടുന്ന ഓരോ കാര്യവും നിങ്ങൾക്ക് തരുന്ന ക്ലൂ ആണ്. ഇവിടെ ആദ്യം വന്നിരിക്കുന്നു ഏസ് ഓഫ് സോഡ്സ്. ഇവിടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു എന്നാണ് ഏസ് ഓഫ് സോഡ്സ് പറയുന്നത്. സഹിക്കാനാവാത്ത വാക്ക് പറഞ്ഞു. ദേഷ്യം വരുമ്പോൾ പിന്നെ അതന്നെയല്ലേ പറയുക. സ്നേഹം വരുമ്പോൾ നല്ല റൊമാൻറ്റിക്കായി സംസാരിക്കും. ദേഷ്യം വരുമ്പോഴോ പിന്നെ മുഖത്ത് നോക്കാൻ പറ്റാത്ത വർത്തമാനങ്ങൾ പറയും. അതുപോലെ എന്തോ വേദനിക്കുന്ന ഒരു കാര്യം ഉള്ളിലിങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട് നിങ്ങളുടെ പങ്കാളി. പല ആൾക്കാരും പ്രൈവറ്റ് റീഡിങ്ങിന് വന്നിട്ട് പറയുന്ന ഡയലോഗ് ഇതാണ്: വിളിക്കുന്നില്ലേ, വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പക്ഷെ ആ ഫീൽ പോയ പോലെ തോന്നുകയാണ്. പഴയ ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത പോലെ തോന്നുകയാണ്. എന്തോ ഒരു അകൽച്ച പോലെ തോന്നുകയാണ്. എന്തൊക്കെ ഹൈഡ് ചെയ്യുന്ന പോലെ തോന്നുകയാണ്. ഇങ്ങനെ നിങ്ങൾക്കൊക്കെ തോന്നാറില്ലേ? അതാണ് ഏസ് ഓഫ് സോഡ്സ് പറയുന്നത്. ഒരു പരിഭവം മനസ്സിൽ സൂക്ഷിച്ച് പെരുമാറുക, അതാണ് ഏസ് ഓഫ് സോഡ്സിൻ്റെ മീനിങ്. ഇനി ഹൈഡ് ചെയ്യുന്ന ക്യൂൻ ഓഫ് പെൻഡക്കിളാണ് വന്നിരിക്കുന്നത്. അത് ഇരട്ട മുഖം കാണിക്കുന്ന ആളാണ്. ഇവർ തന്നെയാണ് നിങ്ങളോട് ഇരട്ട മുഖം കാണിക്കുന്നുണ്ട്. പഴയതുപോലെ അടുപ്പം കാണിക്കുന്നില്ല. പല കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. അതിൻ്റെ കാരണമാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. നിങ്ങളെന്തോ പറഞ്ഞത് അവർ മനസ്സിൽ സൂക്ഷിക്കുക, അത് വെച്ച് പെരുമാറുക. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിഭവത്തിൻ്റെ ബാക്കിയാണ് ക്യൂൻ ഓഫ് പെൻഡക്കിൾ കാണിക്കുന്നത്. ഇനി 2 സോഡ്സ് ആണ്. 2 തവണയാണ് 2 സോഡ്സ് വന്നിരിക്കുന്നത്. ലിബ്രയാണ്. ഇവിടെ ലിബ്ര തന്നെയാണ് വന്നിരിക്കുന്നത് മേ ബി എന്ന കാർഡിലും. അപ്പോൾ 3 എണ്ണമാണ് ലിബ്ര ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. തുലാത്തിലെ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ധനഹാനി, രോഗപീഠ, മാനഹാനി, സ്ത്രീ മൂലം ധനനഷ്ടം ഇതൊക്കെ പറയും. ഇതൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? രോഗപീഠ ഉണ്ടോ? മാനഹാനി, ആരെങ്കിലും ചെറിയ തോതിലെങ്കിലും നിങ്ങളെ മാനസികമായിട്ട് നെഗറ്റീവ് അടിപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ മൂലം ധനഹാനി വന്നിട്ടുണ്ടോ? ഏതെങ്കിലും സ്ത്രീകൾ കാരണം നിങ്ങൾക്ക് ധനനഷ്ടം വന്നിട്ടുണ്ടോ? ഇതൊക്കെയാണ് ഇവിടെ തുലാത്തിലെ ചന്ദ്രൻ ചോദിക്കുന്നത്. മാനസികമായി അത്ര ഓക്കെ അല്ല. തീരുമാനങ്ങൾ എടുക്കാൻ എപ്പോഴും കൺഫ്യൂഷനായിരിക്കും. അതാണ് തുലാത്തിലെ ചന്ദ്രൻ്റെ പ്രത്യേകത. നമ്മളിവിടെ പ്രണയ വായനയാണ്. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി തീരുമാനം എടുക്കാൻ നല്ലോണം ചിന്തിച്ച ശേഷം മേ ബി എന്നാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അനുകൂലമാവാം അല്ലെങ്കിൽ പ്രതികൂലമാവാം. ഉറപ്പ് ഇവിടെ പറയുന്നില്ല. ഭയങ്കര മാനസിക ഭാരമുണ്ട് ആൾക്ക്. കൺഫ്യൂഷൻ ഒഴിയുന്നില്ല, മാനസിക ഭാരം ഒഴിയുന്നില്ല. ഇതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ട് നിങ്ങൾക്ക് ട്രോമയാണ്. നിങ്ങളാണ് ഇതിൻ്റെയൊക്കെ ഏറ്റെടുക്കാൻ പോകുന്ന ആൾ. കാരണം അവരൊന്നും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല, കുടുംബത്ത് ശ്രദ്ധിക്കാൻ പറ്റില്ല, ആരോഗ്യത്തിലും ശ്രദ്ധ ഉണ്ടാവില്ല. പ്രണയിക്കണമെങ്കിൽ 2 പേർക്ക് നല്ല ആരോഗ്യ സൗന്ദര്യം കൂടി വേണം. എന്നാൽ ഇവിടെ ഓക്കെ പറയുന്നുണ്ട്. ഓക്കെയുടെ കാർഡാണ് 9 പെൻഡക്കിൾ. കിങ് കപ്പ് ലഹരിയാണ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കാണ്. അവരെപ്പോഴും മേ ബിയിലാണ് നിൽക്കുന്നത്. തുടക്കം മുതൽ ഒടുക്കം വരെ അവരിങ്ങനെ സംശയത്തിലാണ് നിങ്ങളെ നോക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞവരെ വിഷമിപ്പിച്ചു, അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വിഷമിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിളിക്കില്ലേ? വിളിക്കും. മെസ്സേജ് അയക്കില്ലേ? അയക്കും. പക്ഷെ ആ ഒരു ചൂടും ചൂരും ഇല്ല. എപ്പോഴും സംശയത്തിലാണ്. വേണോ വേണ്ടേ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഒന്ന് ഊന്ന് പറയും, അത്രേ ഉള്ളൂ. പഴയ കാലത്ത് അതല്ല, ഭയങ്കര താല്പര്യമായിരുന്നു. നിങ്ങളൊന്നും മിണ്ടിയില്ലെങ്കിൽ പിന്നെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, നിങ്ങളെ കാണണം. അങ്ങനെയൊക്കെയുള്ള വ്യക്തി ഇപ്പോൾ തണുത്ത മട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെ പുറകിലെ കാരണം നിങ്ങളെന്തോ പറഞ്ഞവരെ വിഷമിപ്പിച്ചു എന്നാണ് എനിക്കിവിടെ കാണിച്ചിരുന്നത്. ക്രൂരമായ വാക്ക് പറഞ്ഞ് വിഷമിപ്പിച്ചു. അതുകൊണ്ട് അവർക്ക് മനസ്സിന് ഭയങ്കര ഭാരമാണ്. ആ വാക്ക് മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല, അതവിടെ തന്നെ കിടക്കുന്നുണ്ട്. അതിൻ്റെ വേദന അവർ തിന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ?
ഏറ്റവും പ്രിയപ്പെട്ട ആൾ എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും നോവിക്കുമ്പോൾ ആ നോവ് അവിടെ കിടക്കും മനസ്സിൽ, അതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങളോട് പറയുന്നില്ല, ഓപ്പണായിട്ട് സംസാരിക്കുന്നില്ല, നിങ്ങളെ കാണണം എന്ന് പറയുന്നില്ല, റൊമാൻറ്റിക് ആയിട്ടൊന്നും മെസ്സേജുകൾ അയക്കുന്നില്ല, വിളിച്ചാൽ തന്നെ എപ്പോഴൊന്നും ഫോൺ എടുക്കുന്നില്ല. അതിൻ്റെയൊക്കെ പുറകിലെ കാരണം നിങ്ങൾ പറഞ്ഞു പോയ വാക്കുകൾ എന്തൊക്കെയാണ് അവരുടെ മനസ്സിൽ മായാതെ കിടക്കുന്നു എന്നാണ്. അത് ഓർത്തിട്ടുള്ള പരിഭവമാണ് ഇവിടെ കാണുന്നത്. നിങ്ങളും ഓർക്കാതെ പറഞ്ഞു പോയ കാര്യമായിരിക്കാം, പക്ഷെ അത് അവർക്ക് വേദനിച്ചു എന്നാണ് പറയുന്നത്. ട്രോമയാണ് ഇവിടെ കാണുന്നത്. ഒരുപക്ഷെ അവർ അതിൻ്റെ അനന്തരഫലമായിട്ട് കുറച്ച് മാനസിക വിഷമങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. എന്നെ മനസ്സിലാക്കാതെ അല്ലേ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചിന്തിച്ച് സ്വയം തളർന്നു പോയിട്ടുണ്ടാവാം. അതും 10 സോഡ്സ് കാണിക്കും. നിങ്ങൾക്ക് അവരുടെ പെരുമാറ്റം വിഷമിക്കുന്ന അവസ്ഥയിലേക്ക് പോയതുമാവാം 10 സോഡ്സ് പറയുന്നുണ്ടാവുക. അടിത്തറ ഇളകിയ പോലെ തോന്നുന്നു എന്നാണ് ടവർ പറയുന്നത്. 2 സോഡ്സ് നിങ്ങൾക്ക് കൺഫ്യൂഷനായി എന്ന് തന്നെയാണ് പറയുന്നത്. 10 വാണ്ട് മനസ്സിന് വല്ലാത്ത ഭാരമാണ് എന്ന് പറയുന്നത്. 9 പെൻറ്റക്കിൾ നിങ്ങൾ ഒരുപക്ഷെ വിവാഹിതരായിരിക്കാം, വിവാഹം കഴിക്കാൻ പോകുന്നവരായിരിക്കാം, ദമ്പതികളാവാം. കൂടുതലും ലിബ്രയാണ് വന്നിരിക്കുന്നത്. ലിബ്ര സോഡിയാക് സൈനുള്ളവർക്ക് ഈ മെസ്സേജുകൾ കൂടുതൽ എഫക്റ്റ് ആവും. എന്തായാലും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ പങ്കാളിയെ എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളെ സ്നേഹിക്കാനാണല്ലോ നിങ്ങളെ സമീപിക്കുന്നത്. ആ സമയത്ത് നിങ്ങളിങ്ങനെ വാക്കുകൾ കൊണ്ട് കുത്തി നോവിക്കാതിരിക്കൂ എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്കിടയിൽ ഒരുപാട് അന്തരങ്ങൾ കാണുന്നുണ്ട്. സാമ്പത്തികമാവാം, സമുദായമാവാം, വയസ്സാവാം. ഒരാൾ വിവാഹിതരും മറ്റേ ആൾ അവിവാഹിതരുമായ പോലെ കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇവിടെ പല പ്രശ്നങ്ങളുണ്ട്. ഓരോന്നായിട്ട് എനിക്ക് എടുത്തു പറയാൻ വയ്യ. നിങ്ങളുടെ സാഹചര്യം പോലെയൊക്കെ കാണുക. നിങ്ങൾ കുടുംബമുള്ളവരാണെങ്കിൽ അവർക്ക് കുടുംബമുണ്ട്. നിങ്ങൾ കുടുംബമാവാൻ പോകുന്നവരാണെങ്കിൽ സിംഗിൾസ് ആയിരിക്കാം. ഇനി ദമ്പതികളാണെങ്കിൽ പല പ്രശ്നങ്ങളും നിങ്ങളുടെ വീട്ടിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം. സാമ്പത്തിക പ്രശ്നം ഉണ്ടാവാം, ജോലിയുടെ പ്രശ്നം ഉണ്ടാവാം. രണ്ടുപേരും രണ്ട് തട്ടിലായിരിക്കാം. ഒരാൾക്ക് നല്ല സാമ്പത്തികം ഉണ്ടെന്നാണ് പറയുന്നത്, മറ്റേ ആൾ കുറച്ച് ലോ ആണെന്നാണ് പറയുന്നത്. അതിനൊക്കെയുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ നല്ലതുപോലെ പോരടിച്ചിട്ടുണ്ട് രണ്ടുപേരും കൂടി എന്ന് പറയുന്നത്. വഴക്കിട്ടിട്ടുണ്ടെന്ന്, ആർഗ്യൂ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ അനന്തരഫലമായിട്ട് നിങ്ങളത് മറന്നു, അവരത് മറന്നില്ല. അതാണ് പ്രശ്നമായിട്ട് ഇവിടെ കാണിച്ചിരുന്നത്. പെയിൻഫുൾ എൻഡിങ്സ്, ഡീപ്പ് വൂൺസ്, ബെട്രിയൽ, ക്രൈസിസ്, ലോസ്, ഇതൊക്കെയാണ് മെസ്സേജുകൾ വന്നിരിക്കുന്നത്. വേദനാജനകമായ അന്ത്യങ്ങൾ, ആഴത്തിലുള്ള മുറിവുകൾ, വഞ്ചന, നഷ്ടം, പ്രതിസന്ധി, ഇതൊക്കെയാണ് ഇപ്പം നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിഫിക്കൽട്ട് ഡിസിഷൻ ഈസ് അവോയ്ഡഡ്, ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുന്നുവെന്ന്. ഇതാണ് ഇവിടെ കൺഫ്യൂഷൻ വന്നിരിക്കുന്നത്. മേ ബി പീരീഡ് ഓഫ് സ്റ്റാളിങ് ഓർ ഡിനൈൽ ഇൻ ലവ്, പ്രണയത്തിൽ തടസ്സം ഇല്ലെങ്കിൽ നിരസിക്കലിൻ്റെ കാലഘട്ടം എന്നാണ് പറയുന്നത്. നിങ്ങളെ നിരസിക്കുകയാണോ? എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മേ ബി ആണല്ലോ വന്നിരിക്കുന്നത്. ഷോക്ക്, സഡൻ ബ്രേക്ക്, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഞെട്ടലുണ്ടാക്കുന്ന തരത്തിൽ അവരങ്ങ് മാറിപ്പോയിട്ടുണ്ടോ? അതിൻ്റെയൊക്കെ പുറകിൽ അവരെ വേദനിപ്പിക്കുന്ന എന്തൊക്കെയോ കാര്യം നിങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. സ്റ്റെയിൽമേറ്റ്, സഡൻ ചേഞ്ച്, ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ള മെസ്സേജുകൾ. സ്തംഭനം, പെട്ടെന്നുള്ള മാറ്റം, ഇതുപോലെയൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. കാർഡുകളാണ് പറയുന്നത്. എത്ര ഇഷ്ടമുള്ളവർക്കിടയിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആർഗ്യം ഉണ്ടാവുക, ആ വാക്കുകൾ പിന്നെ ഓർക്കുക, അതിനനുസരിച്ച് പിന്നെ ഒന്ന് അകന്ന് നിന്ന് പെരുമാറുക, അല്ലെങ്കിൽ പെട്ടെന്ന് മാറിപ്പോവുക, ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ തമ്മിൽ എന്തോ ആർഗ്യം ഉണ്ടായതിൽ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ അവർ വേദനയോടുകൂടി ഇപ്പോൾ മുറിവായിട്ട് കൊണ്ട് നടക്കുന്നു എന്നാണ്. അതിനു വേണ്ടിയാണ് ഇത്രയും മെസ്സേജുകൾ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഞാൻ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞത് അവർക്ക് വേദനിച്ചു, അതുകൊണ്ട് അവർ മാറിപ്പോയി എന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് മുഴുവനായിട്ട് മനസ്സിലാവില്ല. ഇവിടെ അത് തന്നെയാണ് മെസ്സേജ് വന്നിരിക്കുന്നത്, അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾ പറഞ്ഞു പോയിരിക്കുന്നത്? ഇനി ഇത് തിരിച്ചുമാവാം. അവർ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കൊണ്ട് നടക്കുന്നതും നിങ്ങൾ അകന്ന് പെരുമാറുന്നതും ആവാം. എന്നാൽ ഞാൻ പറയാറുള്ളത് പോലെ കയറില്ലാതെ കെട്ടിയിട്ടിരിക്കുന്ന 2 പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 പേർക്കും അകന്നു പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. വേദന ഉണ്ടാവും, പരിഭവം ഉണ്ടാവും, പക്ഷേ അകന്ന് നിൽക്കുക എന്നുള്ളത് വളരെയധികം ട്രോമയാണ് എന്നാണ് പറയുന്നത്. അത്രയും ട്രോമ അനുഭവിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലഹരിയാണ്, അഡിക്ഷനാണ്, തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, എന്നാൽ വേണ്ടത് വെക്കാനും പറ്റുന്നില്ല, അതവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല നിങ്ങളുടെ പങ്കാളിക്ക്. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. എന്നാൽ പരിഭവത്തോടു കൂടി പെരുമാറും, ആദ്യത്തെ ആ സ്നേഹമൊക്കെ തരാതെയൊക്കെ പെരുമാറും.
അവരനുഭവിക്കുന്നത് ഇൻറ്റേർണൽ പെയിനാണ്. അതിനാണ് നമുക്ക് ആദ്യത്തെ കാർഡ് കാണിച്ചു തന്നിരിക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ വേദന തോന്നുക, അത് നിങ്ങൾ കൊടുക്കാതിരിക്കുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ മൊത്തത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളോട് അവർ എന്തൊക്കെ പെരുമാറിയാലും അവരുടെ ഇൻറ്റേർണൽ പെയിൻ കൊണ്ടാണ്, ഉള്ളിൻ്റെ ഉള്ളിലെ വേദന കാരണമാണ്, പുറത്തല്ല. അതിന് നിങ്ങളുടെ വാക്കുകളാണ് കാരണമായിരിക്കുന്നത് എന്നതാണ് ഇന്നത്തെ പോസിറ്റീവ് മെസ്സേജിൽ വന്നിരിക്കുന്നത്. ഇതൊക്കെ ഓക്കെ ആവുമെന്ന് 9 പെൻറ്റക്കിൾ പറയുന്നുണ്ട്. നിങ്ങൾ എന്നാൽ അവർക്കൊരു ലഹരിയാണെന്ന് കിങ് കപ്പും പറയുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് അകന്ന് നിന്നാലും ഇന്നോ നാളെയൊക്കെ ആയിട്ട് അവർ കോണ്ടാക്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത്. 10 വാണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കും സഹിക്കുന്നില്ല നിങ്ങൾ മാറി നിൽക്കുമ്പോൾ ആ മാനസിക ഭാരം. അതുകൊണ്ട് അവർ ഉറപ്പായിട്ടും മേ ബി എന്ന തീരുമാനം മാറ്റി എസ്സിലേക്ക് വരുമെന്നാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ഇനി നമുക്ക് നെഗറ്റീവ് പറയണം. നെഗറ്റീവും കൂടി പറഞ്ഞാലാണ് ഒരു റീഡിങ് കംപ്ലീറ്റ് ആവും. ഈ വഴിയിലൂടെ ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കുപ്പിച്ചില്ലെന്ന് പറഞ്ഞ വഴിയായി. പല കാര്യങ്ങളും നിങ്ങളുടെ പങ്കാളി ഹൈഡ് ചെയ്തു. ഒന്നിലധികം ബന്ധങ്ങളുണ്ട്. എപ്പോഴും ലിബ്രയാണ്. 2 വാളുകൾക്കിടയിൽ കഴുത്ത് വെച്ച പോലെയാണ് നിങ്ങൾ ഈ പ്രണയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും മരണം ഉറപ്പാണ്. എന്ന് വെച്ചാൽ അവരെ സ്വീകരിക്കാനും പറ്റില്ല, നിരാകരിക്കാനും പറ്റില്ല. ഇനി 10 സോഡ്സാണ്. നിങ്ങൾക്ക് ട്രോമ മാത്രമാണ് ഈ ബന്ധത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 9 പെൻറ്റക്കിൾ അവർക്കൊരു പക്ഷേ പങ്കാളി ഉണ്ടാവാം. ടവർ അടിത്തറ ഇല്ലാത്തൊരു ആകാശഗോപുരമാണ് നിങ്ങൾ കെട്ടിപ്പൊക്കിയിരുന്നത്. 10 വാണ്ട് നിങ്ങൾക്ക് മാനസികമായി ഭയങ്കര ഭാരമാണ്. മേ ബി എന്നാണ് അവരുടെ ഉത്തരമെങ്കിൽ എസ് എന്നാണ് നിങ്ങളുടെ ഉത്തരം. നിങ്ങൾക്ക് അവരെന്നാൽ അഡിക്ഷനാണ്, ലഹരിയാണ്. ഇതാണ് നെഗറ്റീവ് മെസ്സേജ്. പലരും ടാരോ റീഡിംഗ് കാണാൻ വരിക എന്ന് പറഞ്ഞാൽ പങ്കാളിയെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രം അറിയാൻ, അതും നിങ്ങളെ സുഖിപ്പിക്കുന്ന സൂപ്പിടുന്ന കാര്യങ്ങൾ മാത്രം അറിയാനാണ്. ഇവിടെയാണെങ്കിൽ നെഗറ്റീവ് പറയുന്നു, ഇവിടെ ദുരന്തങ്ങളെക്കുറിച്ച് പറയുന്നു. ഇതൊക്കെ കാരണം പല ആൾക്കാരും സബ് ചെയ്യുന്നില്ല. അവരുടെ വിഡ്ഢിത്തരം. സബ് ചെയ്തവർക്കൊക്കെ ഇവിടെ അനുഗ്രഹം മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പലർക്കും കാര്യങ്ങൾ നടന്നു. ഇതൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. സത്യസന്ധമായാണ് ഇവിടെ റീഡിംഗ് നടത്തുന്നത്. ഇവിടെ നല്ലൊരു ഹൈ എനർജി വരുന്നുണ്ട്. ഇതൊന്നും പറയുമ്പോൾ അവർക്ക് അങ്ങ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പോൾ എല്ലാവരോടും സബ് ചെയ്യാനാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഈ റീഡിംഗ് കാണുന്നവർക്ക് ഒരു ആപത്ത് വന്നതായിട്ട് ആരും താഴെ കമൻ്റ് ഇട്ടിട്ടില്ല. പറയുന്നത് ഒരു ചെറിയ കഥയാണ്. ഭൂമിയിൽ ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല, ജീവജാലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മനുഷ്യനെ സൃഷ്ടിച്ചു തുടങ്ങിയപ്പോൾ അവരിങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സിയൂസ് ദേവനും മനുഷ്യനോട് ഭയങ്കര അസൂയാണ്. അയാളുടെ രൂപം പോലെയാണ് മനുഷ്യൻ്റെ രൂപം, ദേവൻ്റെ രൂപം പോലെ. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് അന്ധകാരം മാത്രമാണ്, വെളിച്ചമില്ല. എന്തെങ്കിലും വേവിച്ച് തിന്നാനുള്ള അഗ്നിയില്ല. അങ്ങനെ ഇത് കണ്ട് സങ്കടപ്പെട്ട സിയൂസിൻ്റെ മകനായ പ്രൊമത്യൂസ് എന്നാണ് അയാളുടെ പേര്, നിങ്ങൾ കേട്ട് കാണും. ഇയാൾ കുറച്ച് അഗ്നി കൊണ്ടുവന്ന് ഇവർക്കങ്ങ് കൊടുത്തു. തീ കാരണം വെളിച്ചമുണ്ടാവും, തീ കാരണം ഭക്ഷണമൊക്കെ വേവിച്ച് തിന്നാൻ. അഗ്നി ഒരുപാട് ഉപകാരമാണല്ലോ അഗ്നി കൊണ്ടുള്ളത്. അങ്ങനെ അവർക്ക് ഉപകാരം ചെയ്തതുകൊണ്ട് അച്ഛനായ സിയൂസ് മകനൊരു ശിക്ഷ കൊടുത്തു. തലകീഴായ കെട്ടിത്തൂക്കുക. അതൊരു പാറമേലാണ് കെട്ടിത്തൂക്കിയിരുന്നത് എന്നാണ് പറയുന്നത്. അയാളെ ചുട്ടുപഴുത്ത് ഇങ്ങനെ വെന്തുരുകി കിടക്കുകയാണ്. പാറയൊക്കെ ചൂടാവുമ്പോൾ എന്തായിരിക്കുന്നത് നിങ്ങൾക്കറിയാം. ദേവനായതുകൊണ്ട് അതൊക്കെ സഹിക്കാനുള്ള കഴിവുണ്ട്. ഇനി ഇതിൻ്റെ പുറമെ രാത്രി കാക്കയായി വന്നിട്ട് ഇയാളെ ദേഹം മുഴുവൻ കൊത്തി മുറിവേൽപ്പിക്കുക. ഈ കിടക്കുന്ന ആളെ കാല് ബന്ധിച്ച് തൂക്കിയിട്ടിരിക്കുകയാണ്, തലകിഴായാണ്. അയാൾക്ക് നിസ്സഹായനാണ്, കൈകളും ബന്ധിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. കാക്കയെ ആട്ടാനൊന്നും പറ്റില്ല. അങ്ങനെ കൊത്തി തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ അയാളുടെ മുറിവുകളൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവുമെന്നാണ്. അയാളുടെ മനസ്സ് നല്ലതായതുകൊണ്ട് അച്ഛൻ പരീക്ഷിച്ചാലും ദ്രോഹിച്ചാലും അയാൾ വീണ്ടും ഓക്കെ ആവുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ 10,000 വർഷങ്ങൾ അയാൾ അവിടെ കിടന്നു എന്നാണ് പറയുന്നത്. അവസാനം അയാൾക്ക് മോക്ഷം കിട്ടിയെന്നാണ് പറയുന്നത്. അത്രയും കാലം അയാളത് സഹിച്ചു. സഹനത്തിൻ്റെ കാർഡാണത്. ആ കാർഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പങ്കാളിയെ കിട്ടില്ല എന്നാണ് പറയേണ്ടത്. ഈ കാർഡ് വെച്ചാണ് ചില ടാരോ റീഡർമാർ പറയുന്നത് നിങ്ങളുടെ പങ്കാളി പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരും, നാളെ തന്നെ നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടാവുന്നത്. ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയുന്നത് കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. ഇവിടെ പറയുന്നത് അതിൻ്റേതായ അർത്ഥത്തിലാണ്. നമുക്ക് എന്തായാലും ഇന്നത്തെ നെഗറ്റീവ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ പറയുന്നത് റോഡ് അപകടം തന്നെയാണ്. ബ്ലഡ് ലോസാണ് പറയുന്നത്. വലിയൊരു അപകടം ഞാൻ കാണുന്നുണ്ട്. മറ്റൊരു അപകടം ഇവിടെ പറയുന്നത് വിമാന അപകടമാണ്. അഗ്നി, വിമാന അപകടത്തിൽ തീപിടിക്കാനുള്ള സാധ്യത ഇത് പറയുന്നുണ്ട്. ഇനി തീപിടുത്തം പറയുന്നുണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇനി ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. റോഡ് അപകടങ്ങൾ, തീപിടുത്തം, വിമാനാപകടം, ഇത് കാരണമുള്ള മരണങ്ങൾ, ഇതാണ് എനിക്കിന്നിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നും നടക്കാതിരിക്കാൻ. ഇനി നമുക്ക് മറ്റ് മെസ്സേജുകളിലേക്ക് പോവാം. നിങ്ങളോട് ഞാൻ സൂക്ഷിക്കാൻ പറയുന്നില്ല.
എൻ്റെ ചാനലിലെ അംഗങ്ങൾക്കൊന്നും വരില്ല. ഇവിടെ രാമനും സീതയും വന്നു, എനിക്ക് അത്രേ പറയാൻ പറ്റൂ. ഹോപ്പ് വന്നു, ചാനലിൽ അംഗങ്ങളാവുക. ഇനി ടിൻ ഫ്ലെയിം വന്നു. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ടീ ആണ് റിപ്പീറ്റായി വന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരുപാട് ടീ വന്നു കഴിഞ്ഞു. ഈ ലെറ്ററിന് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വരണ്ട ചുമ, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, ബോഡി പെയിൻ, പനി വന്നിട്ടുണ്ട്. തലച്ചോറിലെ നീർക്കെട്ട്, രക്തസ്രാവം, BP, മൈഗ്രെയിൻ വന്നിട്ടുണ്ട്. നാഡീസംബന്ധമായ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. സ്കിന്നിൻ്റെ അലർജി വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് അസുഖം. ജോലി വന്നിരിക്കുന്നത് എയർഫോഴ്സിലെ ജോലി വന്നിട്ടുണ്ട്. പോലീസ്, പട്ടാളം വന്നിട്ടുണ്ട്. നിയമം വന്നിട്ടുണ്ട്. എഴുത്തുകാർ, പത്രമാധ്യമങ്ങൾ, ഇതൊക്കെ വന്നിട്ടുണ്ട്. പൊതുവായ കാര്യങ്ങൾ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, അപകടങ്ങളൊക്കെ. ഇനി നല്ലത് പറയാനുള്ളത് ഭൂമി, വസ്തു, വാഹനം വാങ്ങാനുള്ള സാധ്യത പറയുന്നുണ്ട്. പങ്കാളികൾ കണ്ടുമുട്ടും എന്ന് പറയുന്നുണ്ട്. റൊമാൻറ്റിക്കായൊരു സന്ദേശം വരുമെന്ന് പറയുന്നുണ്ട്. സാമ്പത്തികമായി കുറച്ച് കയ്യിൽ വന്നു ചേരും എന്ന് പറയുന്നുണ്ട്. ഇതുവരെ കിട്ടില്ല എന്ന് വിചാരിച്ച കടങ്ങളൊക്കെ, കൊടുത്തുപോയ കടങ്ങളൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യത പറയുന്നുണ്ട്. വസ്തുതർക്കം പറയുന്നുണ്ട്. നിയമക്കുരുക്കുകളും പറയുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഒരു സൂചന തരികയാണ്. ഞാനിവിടെ പറയുന്നത് ഇതേപോലെ ആരെങ്കിലും ആവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ മാത്രം കാര്യം അറിയണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ വരുന്ന ഒരു ഹായ് മാത്രം പറയുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ഡീറ്റെയിൽ തരുന്നു. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമാണെങ്കിൽ പണം അടച്ച ശേഷം മാത്രം സംസാരിക്കുന്നു. അത് വോയിസൊന്നും അമിതമായിട്ട് പാടില്ല. അതൊക്കെയാണ് എൻ്റെ നിബന്ധനകൾ. ഇനി പരിഹാരം ഞാൻ ചെയ്യണമെങ്കിലും അമ്പലങ്ങളിൽ ചെയ്യണമെങ്കിലും പള്ളികളിൽ ചെയ്യണമെങ്കിലും ലവ് സ്പെല്ല് വേണമെങ്കിലും ഒക്കെ എന്നെ സമീപിക്കാം. റീഡിംഗ് എടുത്ത ശേഷം മാത്രമേ പരിഹാരം പറഞ്ഞുതരൂ. നിങ്ങൾ ക്യാഷ് അടച്ച 1.5 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ റീഡിംഗ് തരുന്നു. ഇതാണ് എൻ്റെ റീഡിങ്ങിൻ്റെ രീതി. കാർഡുകളെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയണ്ട. ഇവിടെ കിട്ടുന്ന എനർജി നിങ്ങൾക്ക് തരുന്നത് പോലെ തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ടി വരുന്ന കാർഡിൻ്റെ അതേ മെസ്സേജുകളാണ് ഞാൻ തരിക. അത് മാറ്റി മറിച്ചൊന്നും പറയാൻ എനിക്ക് പാടുമില്ല. ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി നമുക്ക് മാലാഖയുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഫ്ലർട്ടാണ്. ലവ് യുവർ സെൽഫ് എന്ന് പറയുന്നത്. സോൾമേറ്റ്. റിട്രീറ്റ്, പലായനം ചെയ്തു. ഫേമസായ ചില ജ്യോതിഷികൾ നിത്യേന ഒരേ കാര്യം തന്നെ പറയും. അശ്വതി, ഭരണി, കാർത്തിക, ഇന്ന് ധനാഗമം ഉണ്ടാവും, ബന്ധുസമാഗമം ഉണ്ടാവും, നിങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും, നിങ്ങൾക്ക് അതുണ്ടാവും, ഇതുണ്ടാവും. ഇത് തന്നെ ദിവസം അവർ റിപ്പീറ്റായി പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാറ്റിലും നല്ലതും പതിരുമുണ്ട്. എന്നാൽ നന്നായിട്ട് ജ്യോതിഷം പ്രഡിക്റ്റ് ചെയ്യുന്ന മഹാന്മാരായ ജ്യോതിഷികളുമുണ്ട്. നമ്മുടെ ഓൺലൈനിലൊന്നുമല്ല, അല്ലാത്തവരുണ്ട്. ന്യൂമറോളജിയിൽ നന്ദകുമാർ സാറിനെ ഞാൻ വളരെയധികം ആരാധിച്ചിരുന്നു. സാറിൻ്റെ എല്ലാ പ്രഡിക്ഷനും ഞാൻ കേട്ടുകൊണ്ടിരുന്നിരുന്നു. ഇപ്പോൾ സാറിന് എന്തോ ഹെൽത്ത് ഇഷ്യൂ ആണ്. ഓൺലൈനിലൊന്നും കാണാറില്ല. വയ്യാതെ കിടക്കുക തോന്നുന്നു. എന്തായാലും അതിലേക്കൊന്നും പോകണ്ട. നന്നായിട്ട് പ്രവചിക്കാൻ കഴിയുന്ന ജ്യോതിഷികളുണ്ട്. നന്നായിട്ട് പറയാൻ കഴിയുന്ന ടാരോ റീഡറും ഉണ്ട്. അതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങളാണ് അംഗീകരിക്കേണ്ടത്. ഇവർ പറയുന്നതൊക്കെ നടക്കുന്നുണ്ട്, ഇവർ പറയുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങളാണ് എനിക്കൊരു സപ്പോർട്ട് തരേണ്ടത്. അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. ഒരു ലൈക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബട്ടൺ അമർത്താൻ പണിയില്ലെന്ന് വിചാരിച്ചാണ് ലൈക്ക് ഇടാത്തത്. എന്നാൽ നിങ്ങളാണ് വാട്സപ്പിൽ വന്നിട്ട് ഫ്രീ ആയിട്ട് റീഡിങ് തരുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എൻ്റെ മാറ്റം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒന്ന് ലൈക്ക് ഇടാനോ അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഇടാനോ വയ്യ. ഇത് കേട്ടു പോകാൻ മാത്രമേ വയ്ക്കുള്ളൂ. എന്നാൽ നിങ്ങളുടെ കാര്യം മുഴുവൻ ഞാൻ വെറുതെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് വാട്സപ്പിൽ വരിക. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതുപോലുള്ള മെൻറ്റാലിറ്റിയുമായി വരാതിരിക്കുക. നെല്ലും പതിരും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ റീഡിങ് കാണുന്നവരെങ്കിലും മനസ്സിലാക്കുക, ഇവിടെ വരുന്ന എനർജി ഹൈ ആണ്. നിങ്ങൾ കുത്തിത്തിരിപ്പും കന്നായ്മയും വൈരാഗ്യവും പരിഹാസവും അസൂയൊക്കെ ആയിട്ട് ഈ ചാനൽ കാണാതിരിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി കോപ്പി അടിക്കുന്നവരുണ്ടെങ്കിൽ അതും ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ചില ആളുകൾക്ക് തോന്നും ഇറിറ്റേഷനാണെന്ന്. എനിക്കിനി കോപ്പി അടിക്കുന്നവരെ വീട്ടിൽ പോയി പറയാൻ പറ്റില്ലല്ലോ. ഈ ചാനലിൽ നിന്നാണല്ലോ കോപ്പി അടിക്കുന്നത്. അപ്പോൾ ഇവിടെയല്ലേ എനിക്ക് പറയാൻ പറ്റൂ. നിങ്ങൾക്ക് കേൾക്കേണ്ടത് കേൾക്കുക, മറ്റുള്ളവർ ഇതും കേൾക്കട്ടെ. ഇതാണ് പറയാനുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും ഒടുക്കത്തെ മെസ്സേജിലേക്ക് പോവാം. ആദ്യകാലങ്ങളിലൊക്കെ മന്ത്രങ്ങൾ ഞാൻ ഇട്ടിരുന്നല്ലോ. ഞാൻ അപ്പം തന്നെ പറയാറുമുണ്ട് മന്ത്രങ്ങൾ മിസ്യൂസ് ചെയ്യരുതെന്ന്.
ഭയങ്കര പവർഫുള്ളാണ്. അതൊക്കെയാണ് കോപ്പി അടിച്ചിരിക്കുന്നത്. അവർക്കത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പോലും അറിയില്ല. അത് അപകടം ക്ഷണിച്ചു വരുത്തും. അതുകൊണ്ടാണ് അത് മിസ്യൂസ് ചെയ്യരുത്, കോപ്പി അടിക്കരുത് എന്ന് പറയുന്നത്. അവർക്ക് ഉപകാരമല്ല ഉണ്ടാവുക, ഉപദ്രവമായി മാറും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. മന്ത്രം എന്ന് പറഞ്ഞാൽ ആർക്കും എവിടെയും എടുത്തുപയോഗിക്കാൻ പറ്റിയൊരു കാര്യമല്ല. അത് മനസ്സിലാക്കുക. ഐ ആം സോറി എന്നാണ് പറയുന്നത്. മൂവ് ഓൺ ചെയ്തു എന്നാണ് പറയുന്നത്. ഡിറ്റാച്ച്മെൻറ്റ് വന്നു. അതുപോലുള്ള ആൾക്കാരാണ് ഇവിടെ പറഞ്ഞത് മുഴുവൻ. അങ്ങനെയാണല്ലോ, നിങ്ങളുമായി കുറച്ച് അകൽച്ചയിലാണ്, നിങ്ങൾ പറഞ്ഞ എന്തൊക്കെയോ കാര്യം അവരെ വേദനിപ്പിച്ചു എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കാവാം അവർ പറഞ്ഞ കാര്യങ്ങളിൽ വേദന. അതുകൊണ്ട് നിങ്ങളൊന്ന് ഡിറ്റാച്ച്മെൻ്റ് ആയി. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ജാതകത്തിൽ സൂര്യദശയാണ്, എനിക്കിപ്പോൾ വളരെ നല്ല കാലമാണെന്നാണ്. പക്ഷെ നിങ്ങളുടെ ജാതകം പരിശോധിക്കുമ്പോഴാണ് ജ്യോതിഷിക്ക് മനസ്സിലാവുന്നത് അതിലൂടെ പാപഗ്രഹത്തിൻ്റെ സഞ്ചാരമുണ്ട്, അപഹാരകാലമാണെന്ന്. അതോടുകൂടി നിങ്ങൾക്ക് ഈ സൂര്യദശയുടെ നന്മയല്ല അനുഭവിക്കേണ്ടി വരിക, ഈ പാപഗ്രഹത്തിൻ്റെ തിന്മയാണ് അനുഭവിക്കേണ്ടി വരിക. അത് ജ്യോതിഷം പഠിച്ച ഒരാൾക്ക് മാത്രമേ അറിയൂ. അതുപോലെ തന്നെയാണ് ടാരോ കാർഡിൽ. നല്ല കാർഡിൽ തന്നെ തിന്മ ഉണ്ടാവും. അത് മനസ്സിലാക്കണമെങ്കിൽ കാർഡുകൾ നേരാവണ്ണം പഠിക്കണം. അപ്പോഴാണ് ഇതുപോലുള്ള മെസ്സേജുകൾ തരാൻ പറ്റൂ. കാർഡുകളാണെങ്കിലും കവിടിയാണെങ്കിലും പ്രപഞ്ചത്തിൽ ഗാലക്സി എന്നുള്ളത് നവഗ്രഹങ്ങളും അതുപോലെ സോഡിയാക് സൈനുകൾ എന്നുള്ളത് നക്ഷത്രങ്ങൾ എന്നുള്ളതൊക്കെ ഒന്ന് തന്നെയാണ്. അതിൻ്റെ തന്നെ പല രൂപങ്ങളാണ് നമ്മൾ പല വിധത്തിൽ പറഞ്ഞു കൊടുക്കുന്നത്. അത് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ അത്യാവശ്യം അറിയുന്നവർക്ക് മാത്രമാണ് ഇതിൻ്റെ യഥാർത്ഥ മെസ്സേജ് അറിയുള്ളൂ. അല്ലാതെ തന്നെ കണ്ണു അടച്ചിരുന്ന് കാർഡും വെച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക, അതല്ല യഥാർത്ഥ റീഡിങ്. വിദേശത്തെ ഒരു ടാരോ റീഡർ ഒരു പുരുഷനാണ്. അയാളുടെ അടുത്ത് ഒരാൾ റീഡിങ്ങിന് വന്നു. റീഡിങ്ങിന് വന്നപ്പോൾ ഇയാൾക്ക് കാർഡ് എടുത്തപ്പോൾ തന്നെ മനസ്സിലായി ഇത്തിരി നെഗറ്റീവാണെന്ന്. ഇയാളത് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് പുറകിൽ നിഴലായി നിൽക്കുന്നത് മരണമാണെന്ന്. അങ്ങനെ ഈ വ്യക്തി പോകുന്നത് മരണത്തിലേക്കാണ്. അതുപോലെ പവർഫുള്ളായ കാർഡുകളാണ്. ഈ കാർഡുകളെയാണ് വളച്ചൊടിച്ച് എന്തൊക്കെയോ വിളിച്ചു പറയുന്നത്, പ്രണയം മാത്രം പറയുന്നത്. അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, അതിനപ്പുറമുള്ള അർത്ഥങ്ങൾ ഒരുപാടുണ്ട്. അറിയാത്തവർ അവർക്കറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. അത് യഥാർത്ഥ റീഡിംഗ് അല്ല, അത് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ വിദേശത്തെ ടാരോ റീഡറെ അന്വേഷിച്ച് പോകണ്ട. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ വായിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവട്ടെ. നിങ്ങളെ ബോറടിപ്പിക്കുന്നതും ഉപദേശിക്കുന്നതൊക്കെ ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്.